ഓൺലൈനിൽ വളർത്തുമകൾക്കായി അന്വേഷണം നടത്തി കോടീശ്വരി. ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലാണ് സംഭവം. വയോധികയായ സ്ത്രീ തന്നെ പരിചരിക്കാനാണ് ഒരു മകളെ തിരയുന്നത്. പ്രതിഫലമായി മാസം 38,000 രൂപയും ഫ്ളാറ്റും ഇവർ നൽകുമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ ചില വാർത്തകളെ അങ്ങനെ വളരെ രീതിയിൽ വൈറലാക്കി മാറ്റാറുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് അങ്ങ് ചൈനയിൽ നിന്നും വരുന്നത്. നമുക്കറിയാം, ഇന്ന് ചൈനയിൽ പ്രായമായവരെ ഒറ്റപ്പെടുത്തുന്നത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് പലപ്പോഴും പല കോണുകളിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 2021 സിവിൽ അഫയേഴ്സ് മന്ത്രാലയം നടത്തിയ ഒരു രാജ്യവ്യാപക സർവേയിലാണ് 60 വയസ്സിനും അതിൽ കൂടുതലുമുള്ള ചൈനക്കാരിൽ ഏകദേശം 60% പേരും സ്വന്തമായി ജീവിക്കുന്നവരാണെന്ന് കണ്ടെത്തിയത്. ഈ സാഹചര്യം വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ചിത്രീകരിക്കപ്പെടുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കുട്ടികളെ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യവസായത്തിന് ആക്കം കൂട്ടിയെന്നും പറയുന്നുണ്ട്. അതിൽ പ്രായമായവരുടെ കൂട്ടാളിയാകാൻ വേണ്ടിയാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. ഓൺലൈനിൽ മകൾക്കായി അന്വേഷണം നടത്തിയിരിക്കുകയാണ് ഒരു കോടീശ്വരി. ചൈനയിലാണ് സംഭവം. വയോധികയായ സ്ത്രീ തന്നെ പരിചരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു മകളെ ഓൺലൈനിൽ തിരയുന്നത്. ഹെനാൻ പ്രവിശ്യയിൽ നിന്നുള്ള മാ എന്ന സ്ത്രീയാണ് തന്നെ പരിചരിക്കാൻ ആളെ കണ്ടെത്തുന്നത്. ഇതിനായി പ്രതിഫലവും ഇവർ നൽകുന്നുണ്ട്. ഒരു ഫ്ളാറ്റും പ്രതിമാസ ശമ്പളവുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇന്ന് തന്റെ ആരോഗ്യം ക്ഷയിച്ചു വരികയാണ്. ആസ്മ ബാധിച്ചിട്ടുണ്ട്. ഒരു 100 മീറ്റർ പോലും നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇവർ തന്നെ പറയുന്നു. തന്റെ പരിചരണം ഏറ്റെടുക്കാൻ സമ്മതിക്കുന്ന ഏതൊരു സ്ത്രീക്കും തന്റെ 2 ഫ്ളാറ്റുകളിൽ ഒന്നും ഏകദേശം 38,000 രൂപ പ്രതിമാസ ശമ്പളം എന്നിവ വാഗ്ദാനം ചെയ്യുന്നുവെന്നും ഇവർ ഓൺലൈനിലൂടെ അറിയിച്ചു. ഒരു കരാറിൽ ഒപ്പിടാനും അവർ തയ്യാറാണ്. വർഷങ്ങൾക്ക് മുമ്പ് വിവാഹബന്ധം വേർപെടുത്തിയ ഇവർക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല എന്നാണ് കണ്ടെത്തൽ. ഇവർക്ക് 2 പെൺമക്കളാണുള്ളത്. മൂത്ത മകൾ ഈ സ്ത്രീയുമായി അകൽച്ചയിൽ കഴിയുകയാണ്. ഇവരുടെ ഇളയ മകൾക്ക് മാനസിക വൈകല്യവുമുണ്ട്. ആയതിനാൽ തന്നെ പരിചരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണെന്നും തനിക്കായി ഒരു മകളെ വേണമെന്നുമാണ് ഇവർ പറയുന്നത്. ഒരു പ്രാദേശിക TV പ്രോഗ്രാമിലൂടെയാണ് ഈ വാർത്ത ട്രെൻഡിംഗ് ആയി മാറിയത്. പക്ഷേ ഇത് ചൈനീസ് പൊതുജനങ്ങളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങൾക്ക് കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.